ചൊവ്വാഴ്ച നടക്കുമെന്ന് ഒറ്റപ്പാലം MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 25 ലക്ഷം രൂപ ചിലവഴിച്ച് ഒറ്റപ്പാലത്തെ ഭദ്രമുഖ വിദ്യാലയത്തെ മികവിന്റെ കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ 2024-25 സാമ്പത്തിക വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ചിലവഴിച്ചാണ് എക്സലൻസ് സെന്റർ നിർമ്മാണം പൂർത്തീകരിച്ചത്. വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന വിവിധ ലാബുകളും എക്സലൻസ് സെന്ററിൽ പ്രവർത്തനമുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ MLA അറിയിച്ചു. സർക്കാർ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എല്ലാം സെന്റർ ഓഫ് എക്സലൻസ് ആക്കി മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രദ്ധാപൂർവമായിട്ടുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി നമ്മുടെ ഒറ്റപ്പാലം ഡഫ് സ്കൂളിനെയും മികവിന്റെ കേന്ദ്രമാക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതി ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുകയും അത് എല്ലാ പ്രവൃത്തികളും പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് 22-ാം തീയതി രാവിലെ 10 മണിക്ക് ഉദ്ഘാടനത്തിന് സജ്ജമാവുകയും ചെയ്തിട്ടുള്ള സന്തോഷം അറിയിക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ നടക്കുന്ന മാറ്റത്തോടും മുന്നേറ്റത്തോടുമൊപ്പം പ്രത്യേകമായ ശ്രദ്ധ വേണ്ടുന്ന സ്കൂളുകളെ, സ്പെഷ്യൽ സ്കൂളുകളെ നല്ല നിലയിൽ പരിഗണിക്കാനും അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാനും കൂടുതൽ കുട്ടികൾക്ക്, അധ്യാപകർക്ക്, PTA ഉൾപ്പെടെയുള്ളവർക്കൊക്കെ അഭിമാനിക്കാവുന്ന നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വ്യത്യസ്ത നിലയിലുള്ള പരിപാടികൾ 25 ലക്ഷം രൂപയാണ് ഈ സെന്റർ ഓഫ് എക്സലൻസിന്, മികവിന്റെ കേന്ദ്രത്തിന് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുവദിച്ചത്. അതുകൊണ്ടുള്ള പ്രവൃത്തികൾ അത് നമ്മുടെ വിദ്യാലയത്തിന്റെ എൻട്രൻസ് ഗേറ്റ് ഉൾപ്പെടെ അതിൻ്റെ സമീപത്തെല്ലാം ഏറ്റവും നല്ല ആകർഷകമായിട്ടുള്ള ചിത്രങ്ങളും വരകളുമെല്ലാം, പെയിന്റിങ്ങുമെല്ലാം നടത്തിക്കൊണ്ട് ആ കേന്ദ്രത്തിന്റെ കവാടം തന്നെ മനോഹരമാക്കുന്നത് തൊട്ട് അവിടെയുള്ള വ്യത്യസ്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഒരു മികവിന്റെ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഒറ്റപ്പാലം MLA K പ്രേംകുമാർ, ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി, വാർഡ് കൗൺസിലർ മണികണ്ഠൻ, സ്കൂൾ പ്രധാനാധ്യാപിക മിനികുമാരി, മദർ PTA പ്രസിഡന്റ് സെമീന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു സ്പീച്ച് ലാബും, ഒരു കമ്പ്യൂട്ടർ ലാബും, ഒരു ഓഡിയോളജി റൂമും, അതുപോലെ തന്നെ സയൻസ് പാർക്ക്, സയൻസ് ലാബ് എന്നിവയും വളരെ ഈ ഡിജിറ്റലൈസ്ഡ് ചെയ്ത രീതിയിൽ തന്നെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല കുട്ടികളുടെ കായിക വികസനത്തിന് ആവശ്യമായിട്ടുള്ള പാർക്കും ഒരു ലോങ് ജമ്പ് പിറ്റും നമുക്ക് ഈ ഫണ്ട് ഉപയോഗിച്ച് വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ചുവര്, സ്കൂളിന്റെ മതിലും കവാടവും ഒക്കെ മനോഹരമാക്കുന്നതിനും പഠന അനുഭവങ്ങളിലൂടെ കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചുമരുകളിൽ ചിത്രം വരച്ച് മനോഹരമാക്കുവാനും ഇതിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്.